ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് OnePlus 8 Pro ആണ്. ഒരുപാട് നാളായിട്ട് കാത്തിരുന്നതാണ് OnePlus 8 Pro അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 5G മോഡൽ ഫോൺ എടുക്കണമെന്ന്. ഇപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ഡേ ആമസോണിൽ സെയിലിന് ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇന്ന് നമുക്കത് കൈ കിട്ടി. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അടിപൊളി റെഡ് കളർ കവറിങ്ങിലാണ് ഇത് വരുന്നത്. എൻ്റെ കയ്യിലുള്ള മോഡൽ OnePlus 8 Proയുടെ 12GB RAM 256GB ഇൻറ്റേർണൽ മെമ്മറിയുള്ള ഒരു വേരിയൻ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അടുത്തായി ഒട്ടും ബോറടിപ്പിക്കാതെ തന്നെ നമുക്ക് ആ കവറങ്ങ് പൊട്ടിച്ചെടുക്കാം. അത് ഫുള്ള് പീൽ ഓഫ് ചെയ്തെടുക്കേണ്ടി വരും. സോ ഗൈസ്, അത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അതിനകത്ത് നമ്മുടെ OnePlus ഡിവൈസ് ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ OnePlus ഡിവൈസ്. ഒരു ബ്ലാക്ക് കളർ മോഡലാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്ത നമുക്ക് ഈ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ട് അത് നോക്കാം. സോ ബോക്സിനകത്ത് ആദ്യം തന്നെ ഒരു ചെറിയൊരു കവറാണ് കിട്ടുന്നത്. അതിൽ നെവർ സെറ്റിൽ എന്ന് പറയുന്ന ബ്രാൻഡിങ് ഒക്കെ ഉണ്ട് OnePlusൻ്റെ. സോ അത് നമുക്ക് തുറന്നെടുക്കാം. അതിനകത്ത് നമുക്ക് കുറച്ച് പേപ്പർ വർക്ക്സാണ് കിട്ടുന്നത്. കുറച്ച് പേപ്പർ വർക്ക്സാണ്. അതിന് തന്നെ നമ്മുടെ റെഡ് കേബിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അത് നമുക്ക് അവിടെ വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് OnePlusൻ്റെ ബ്രാൻഡിങ്ങുള്ള കുറച്ച് കാർഡുകളൊക്കെയാണ് കിട്ടുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. സാർ വാല്യൂ ഒക്കെ എഴുതിയേക്കുന്ന കുറച്ച് കാർഡാണ് നമുക്ക് കിട്ടുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമുക്ക് പിന്നീട് നോക്കാം. സോ അത് കഴിഞ്ഞ് നമുക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഒരു സിം എജക്ടർ ടൂൾ കിട്ടുന്നുണ്ട്. അടുത്തായി നമുക്ക് ഒരു കേസാണ്, OnePlusൻ്റെ ഒരു കേസാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കേസാണ്. നെവർ സെറ്റിൽ എന്ന് പറയുന്ന ലോഗോ ഒക്കെ അതിൻ്റെ സൈഡിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലൈറ്റായിട്ട് നെവർ സെറ്റിൽ എന്ന് പറയുന്ന ലോഗോ അതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതൊരു നല്ല ഒരു കേസ് തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ OnePlusൻ്റെ ചാർജിങ് ഡാറ്റ കേബിളാണ്. ടൈപ്പ് സി കേബിളാണിത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ കേബിളുള്ളത്. അടുത്ത നമ്മുടെ ചാർജറാണ്. OnePlusൻ്റെ ചാർജർ, OnePlus ബ്രാൻഡിങ് ഒക്കെ ഉള്ള ഒരു ചാർജറാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും. സോ അടുത്ത നമ്മുടെ ഡിവൈസ് നമുക്ക് എടുക്കാം. സോ ഇതാണ് ഡിവൈസ്. OnePlusൻ്റെ OnePlus 8 Pro Onyx Black എന്ന് പറയുന്ന മോഡലാണിത്. 12GB 256GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള വേരിയൻ്റാണ്. സോ അടിപൊളി ഒരു സ്ലീക്ക് ഡിസൈനാണ്. കൈ തന്നെ ഇരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ആ കവർ നമുക്ക് പീൽ ഓഫ് ചെയ്ത് കളയാം. സോ ആ കവർ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു ഫിനിഷാണ് ഇതിൽ കിട്ടുന്നത്. നല്ല അടിപൊളി ഒരു മിറർ ഫിനിഷിലാണ് ഇവരിത് ചെയ്തേക്കുന്നത്. അടിപൊളി നല്ലൊരു കിടിലൻ ബിൽഡ് ക്വാളിറ്റിയാണ് OnePlusൻ്റേത്. പറയാതെ ഒരു രക്ഷയില്ല. സോ ഈ ഫോൺ നമുക്ക് 3 വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്ലേഷ്യൽ ഗ്രീൻ, അൾട്രാമറൈൻ ബ്ലൂ, Onyx ബ്ലാക്ക്. ഇതിൽ Onyx ബ്ലാക്ക് എന്ന് പറയുന്ന മോഡലാണിത് ഞാൻ എടുത്തേക്കുന്നത്. സോ ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.78 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫോൺ ബൂട്ടപ്പ് ചെയ്യാം. ഫോൺ ബൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് OnePlusൻ്റെ ഒരു അടിപൊളി OnePlusൻ്റെ ഒരു ബ്രാൻഡിങ്ങിലുള്ളൊരു ബൂട്ടപ്പാണ് വരുന്നത്.
ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. അല്ല, ആദ്യം കുറച്ച് സെറ്റിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം. സോ ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ അൾട്രാ സ്മൂത്താണ്, നല്ല ബട്ടറി സ്മൂത്ത് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള ഒരു ഡിവൈസാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് വെച്ചാൽ 6.78 ഇഞ്ച് ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3D കോർണിംഗ് ഗൊറില്ല ഗ്ലാസും ഇതിലവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 865 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. ഇനി ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 4510 mAh നോൺ റിമൂവബിൾ ബാറ്ററിയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടാവുന്ന ഒരു ഡിവൈസാണിത്. അതുമാത്രമല്ല, ഇന്ന് ഗെയിമിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ ജി പി യു കൊടുത്തിട്ടുള്ളത് അഡ്രീനോ 650 GPU ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം പബ്ജിയും ഫ്രീ ഫയറിൻ്റെയും ഗെയിം പ്ലേയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ക്യാമറ സെക്ഷൻ നോക്കുകയാണെങ്കിൽ റെയർ മെയിൻ ക്യാമറ 48 മെഗാ പിക്സലാണ്. അതുമല്ല, സോണി IMX689 സെൻസറുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ 8 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസും 48 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസും 5 മെഗാ പിക്സലിൻ്റെ ഒരു കളർ ഫിൽറ്റർ ലെൻസും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡുവൽ LED ഫ്ലാഷും 3x ഹൈബ്രിഡ് സൂമും ഈ ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ബെഞ്ച് മാർക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഗീക്ക് ബെഞ്ച് മാർക്ക് എന്ന സോഫ്റ്റ്വെയറാണ് നമ്മളിതിന് ഉപയോഗിച്ചത്. ഇതിൽ ബെഞ്ച് മാർക്ക് സ്കോറ് സിംഗിൾ കോറിൽ 909 മൾട്ടി കോറിൽ 3350 ആണ് സ്കോറിങ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഗെയിമിംഗ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പബ്ജിയിൽ നിന്ന് തന്നെ തുടങ്ങാം. പബ്ജി ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് അടിപൊളി ഒരു നല്ല ഗ്രാഫിക്സ് നമുക്ക് ഫീൽ ചെയ്തും. അതുമാത്രമല്ല, നമ്മൾ ഗ്രാഫിക്സ് സെറ്റിങ്സിൽ HDR അൾട്രാ HD ഇപ്പോൾ ഇല്ല. ഫ്രെയിം റേറ്റ് സെറ്റിങ്സിൽ നമുക്ക് അൾട്രാ എക്സ്ട്രീം വരെ മാക്സിമം ഉപയോഗിക്കാൻ സാധിക്കും. സോ അപ്പോൾ അവർ കുറച്ച് നോട്ടീസൊക്കെ നമുക്ക് കാണിച്ചു. അതിനുശേഷം നമുക്ക് ഒരു ഗെയിം കളിച്ച് നോക്കാം. ഇതിൻ്റെ സ്മൂത്ത്നെസ് ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഒരു ഗെയിം നമുക്ക് തുടങ്ങി നോക്കാം. സോ അടിപൊളി ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നല്ല സ്ലീക്കായിട്ട് കില്ലൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഒരു രക്ഷയില്ല ഗൈസ്. ഗെയിമിങ്ങിന് അടിപൊളി ഫോണാണ്, ഒരു രക്ഷയുമില്ല. ഈ ഗെയിം പ്ലേ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അടിപൊളി നല്ല സ്മൂത്തായിട്ട്, ബട്ടറി സ്മൂത്തായിട്ട്. ആ 120 Hz ഡിസ്പ്ലേയുടെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബട്ടറി സ്മൂത്തായിട്ടാണ് ഓടുന്നത്, അടിപൊളി, വേറെ ഒന്നും പറയാനില്ല. രണ്ടാമത് നമുക്ക് നമ്മുടെ ഫ്രീ ഫയറിനെ തന്നെ നോക്കാം. അതിൻ്റെ ഒരു ഗെയിം പ്ലേയും കൂടെ നമുക്ക് ഒന്ന് നോക്കിക്കളയാം. ഫ്രീ ഫയറിൽ അടിപൊളിയായിട്ടാണ് ഓടുന്നത്, നല്ല നല്ല ബട്ടറി സ്മൂത്ത് ഗെയിം, അടിപൊളി ഗെയിം പ്ലേ ആണ് ഗൈസ്, ഒരു രക്ഷയില്ല. ഫ്രീ ഫയർ ഒരു രക്ഷയില്ല. അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഈ ഫോണിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേരും. അപ്പോൾ ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ഗെയിം പ്ലേ വീഡിയോസും മറ്റും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് ബൈ.